ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്താണ്? ന്യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ, ന്യൂറോളജിക്കൽ പ്രോസസ്സസ് എല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഇങ്ങനെയൊക്കെ പറയുന്ന പല പല ടേംസ് അതെല്ലാം ബേസ് ചെയ്തിട്ടുള്ളതാണ് ന്യൂറോ. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ, ലളിതം. അതായത് നമ്മളുടെ ഭാഷ, അത് ഹിന്ദി ആയിക്കൊള്ളട്ടെ, മലയാളം ആയിക്കൊള്ളട്ടെ, ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ, തമിഴ് ആയിക്കൊള്ളട്ടെ, ഏത് ഭാഷ വേണമെങ്കിലും എടുത്തു നമ്മൾ സംസാരിക്കുന്ന പാറ്റേൺസ്, ഈവൻ സൈൻ ലാംഗ്വേജസ് പോലും നമ്മൾക്ക് എടുക്കാം. മൂന്നാമത്തെ കാര്യം പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിങ്ങിൽ എന്തെല്ലാം പെടും? നമ്മളുടെ ബിഹേവിയർ പാറ്റേൺ, നമ്മളുടെ സ്വഭാവ രീതി, സ്വഭാവശീലങ്ങൾ, നമ്മളുടെ ലാംഗ്വേജ് പാറ്റേൺ, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മളുടെ ചിന്തയുടെ ഒരു പാറ്റേൺ. എന്തെങ്കിലും ഒരു പാറ്റേൺ നമ്മുടെ ശരീരത്തിൽ ഫിസിക്കലി, മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി ഏത് പാറ്റേൺ വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം. സോ ഈ 3 വാക്കുകളും നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് നമ്മളുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ പ്രോസസ്സുകൾ, നമ്മളുടെ പ്രോഗ്രാമിംഗ് നമ്മൾക്ക് ചേഞ്ച് വരുത്താൻ സാധിക്കും. എങ്ങനെ? മൈൻഡിനെ നമ്മൾക്ക് ഒരു റീഫ്രെയിമിംഗ് മെത്തേഡിലൂടെ, അതായത് നമ്മളുടെ ചിന്തകളെ മാറ്റാൻ ഭാഷയിലൂടെ, അതിൽ മൂലം നമ്മളുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾ മാറ്റാൻ. അത് എങ്ങനെ സാധിക്കും? വിഷ്വലൈസേഷൻ ടെക്നിക്കിലൂടെ, NLPയിൽ അത് വളരെ സിമ്പിളായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. നമ്മൾക്ക് ഇവിടെ ഈ കേസിൽ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും ഒന്നാക്കിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് ഞാൻ പറയും. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, ഉപബോധ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എല്ലാ എക്സസൈസും NLPയിൽ നമ്മൾ ചെയ്യുന്നത്. കോൺഷ്യസ് മൈൻഡ് ഇടുമ്പോൾ നമ്മൾ കുറെ കൂടി എഫേർട്ട് ഇടണം. സബ് കോൺഷ്യസ് മൈൻഡ് എക്സസൈസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറെ കൂടി സിമ്പിളായിട്ട് ഒരു സെമി സ്ലീപ്പ് സ്റ്റേറ്റിൽ നമ്മൾക്ക് ചെയ്ത് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈഫ് പ്രോസസ്സുകൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുമാണ് വരുന്നത്. നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ ലൈഫിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മളുടെ മൈൻഡിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾക്ക് തന്നെ അറിയത്തില്ല, നമ്മൾക്ക് തന്നെ അറിയാൻ സാധിക്കില്ല. അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പ്രോസസ്സായി മാറും. സോ NLPയിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പല എക്സസൈസും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് വന്ന് ഭവിക്കും. എൻ്റെ പേര് എൽവിസ് ലൂക്കസ്. എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നത് ഷമ്യ KC, ഒരു ലൈഫ് കോച്ചാണ്, NLP ഗ്രാൻഡ് മാസ്റ്റർ ട്രെയിനറാണ്, ഒരു മെൻറ്ററും കൂടിയാണ്. അതുപോലെ തന്നെ സിസ്റ്റർ റീതു OP, ഒരു NLP മാസ്റ്റർ ട്രെയിനറാണ്, ഒരു സ്പിരിച്വൽ കോച്ചും കൂടിയാണ്. എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്, ഒരു NLP ഗ്രാൻഡ് മാസ്റ്റർ ട്രെയിനറാണ്, അതിനു ഉപരി ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് സോൾ ചൈതന്യയിൽ നിങ്ങൾക്ക് തരുന്നത് ഒരു NLP എക്സ്പീരിയൻഷ്യൽ പ്രോഗ്രാം ആയിരിക്കും. എക്സ്പീരിയൻഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരും അത് അനുഭവിച്ച് മനസ്സിലാക്കണം ചേഞ്ച് എന്താണെന്നുള്ളത്. ഞങ്ങളുടെ എല്ലാം പ്രോഗ്രാംസ് നോൺ കണ്ടന്റ് ബേസ്ഡ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അതായത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, എക്സസൈസ് ഓറിയൻറ്റഡ്, സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് പ്രകാരമാണ് ഞങ്ങളുടെ എല്ലാം എക്സസൈസും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുമ്പിലിരിക്കുന്ന ആൾ ഏത് രീതിയിലെ ആളാണെങ്കിലും, ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതിനൊരു പരിഹാരം കണ്ടെത്തുക, അവരെ സ്ട്രെങ്തൻ ചെയ്യുക, ഒരു പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ച് ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എക്സ്പീരിയൻഷ്യൽ, നോൺ കണ്ടന്റ് ആൻഡ് എബവ് ഓൾ പേഴ്സൺ സെൻറ്റേർഡ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത്. Feel free to contact us at any time, anywhere. Thank you. Aham Brahmasmi.